പച്ചമുളക് ചെടി നമ്മൾ പുതിയ രീതിയിലാണ് വളർത്തുന്നത്. വെള്ളത്തിൽ വളർത്തുമ്പോൾ നമുക്ക് 10 ഇരട്ടി വിളവും കൂടുതൽ കിട്ടും. അതേപോലെ തന്നെ മുരടിപ്പ് തീരെ വരില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കൂടിയാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു വളം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടോ, നമുക്ക് ചെടി നിറയെ നമുക്ക് പച്ചമുളക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടമുളക് ആയിക്കോട്ടെ, ബുള്ളറ്റ് മുളക് ആയിക്കോട്ടെ, നമുക്ക് ചെറിയൊരു പോട്ടിലോ 9ഓളം തൈകൾ നട്ടു വളർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പച്ചമുളക് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-10 പോട്ടിൽ ഇതേപോലെ പോട്ട് മിക്സ് ഫില്ല് ചെയ്ത് ഇതേപോലെ ഈ ഒരു വളം അടങ്ങിയ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. നമുക്ക് പിന്നീട് വെള്ളം അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഈ ഒരു ചെടിക്ക് ആവശ്യമുള്ളപ്പോൾ ആ വേരിൽ കൂടെ വെള്ളവും വളങ്ങളും വലിച്ചെടുത്തോളും. എന്നൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ എങ്ങനെയാണ് പച്ചമുളക് ചെടി വളർത്തുന്നത് എന്നുള്ളത്. ആദ്യത്തെ സമയത്ത് മാത്രം നമുക്ക് മണ്ണ് മതി. പിന്നീടുള്ള നമുക്ക് 2, 3, 4 കൊല്ലത്തേക്ക് ഈ ഒരു ചെടിയിൽ നിന്ന് തന്നെ പച്ചമുളക് പറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ദീർഘകാലത്തേക്കുള്ള വിളവ്. അതേപോലെ തന്നെ 10 ഇരട്ടി വിളവ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം എന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട. ഒരു പ്രാവശ്യം നമ്മൾ ഇതേപോലെ പൊക്കി നമ്മൾ 5-10 ലിറ്റർ വെള്ളവും വളവും അടങ്ങുന്ന ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം വെള്ളം വറ്റുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യുക. അതേപോലെ പൊക്കിയിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല നമുക്ക് മുകൾ ഭാഗത്ത് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓവർ വാട്ടറിങ് വന്നാൽ ഈ ഒരു ഭാഗം ഫില്ലായി കഴിയുമ്പോൾ പുറത്തേക്ക് വെള്ളം പോയിക്കോളും. അപ്പോൾ വളങ്ങളും അതേപോലെ തന്നെ മറ്റ് മൂലകങ്ങളും അധികം നഷ്ടപ്പെടാതെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ പച്ചമുളക് കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ലൈക്ക് കൂടി തരാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഈ മുകൾ ഭാഗത്ത് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു പോട്ട് എടുക്കുക. അതിൽ നമ്മൾ 10ഓളം തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ തൈകൾ ചെറിയ പോട്ടിൽ വളരുന്ന സമയത്ത് വളം കൂടുതലായിട്ട് ചെടിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ നല്ല രീതിയിലുള്ള സ്ലറി മാസത്തിലൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഫില്ല് ചെയ്യാൻ കൂടി മറന്നു പോരുത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം, ചെരിച്ച് കെടുത്തി വയ്ക്കാം, ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെടിയെ നല്ല രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കീടനാശിനിയൊക്കെ നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇലയുടെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് കീടനാശിനി ആയിക്കോളും. ഇത് കൂടെ വളം ചെടിക്ക് ആവശ്യമായത് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് വലിച്ചെടുക്കുകയും ചെയ്തോളും. അപ്പോൾ അതാണ് ഇങ്ങനെ നടുന്നതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയവും അതേപോലെ തന്നെ അധ്വാനവും നമുക്ക് ലാഭമായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഒരു 5 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 1 കപ്പ് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകം ഇട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു പിടി പച്ചപ്പുല്ല് നമ്മൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി വയ്ക്കുക. അപ്പോൾ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒന്ന് അഴുകി കിട്ടും. അല്ലെങ്കിൽ 5-10 ദിവസവും വയ്ക്കാം. അതിന് ശേഷം വേണം നമ്മളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടിയും, ചെടി നന്നായിട്ട് വളരാനായിട്ട് അത് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കൃത്യമായ രീതിയിൽ നമ്മൾ ആ ഒരു വളപ്രയോഗം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിലേക്ക് വരുന്ന വേര് അഴുകിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ പച്ചപ്പുല്ലിന് പകരം നമ്മളെ കുളത്തിലൊക്കെ ഉള്ള പായലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്നറിയില്ല. അത് നല്ലൊരു വളമാണ്. അതുകൊണ്ട് തന്നെ മീൻകുളമുണ്ട്, അതൊന്ന് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് വെച്ചതാണ്. ഇനി വെണ്ടക്ക കൃഷി നമ്മൾ ചെയ്യുന്ന സമയത്ത് മൂത്ത് കഴിയുമ്പോൾ പിന്നീടും നമ്മൾ ദീർഘകാലത്തേക്ക് വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയും അതോടൊപ്പം തന്നെ അതിന് ഒരുപാട് വെണ്ടക്ക പറിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ മൂത്ത വെണ്ടക്കയിൽ നിന്ന് വെണ്ടക്ക ആ ചെടിയിൽ നിന്ന് കൂടുതൽ ലാഭകരമായിട്ട് എങ്ങനെ വെണ്ടക്ക ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാൻ മറക്കരുത്. ഇവിടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 സ്പൂണ് നമ്മൾ ചെറിയൊരു നുള്ള് വിറക് കത്തിച്ച ആഷാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേര് അഴുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഈ വെള്ളത്തിലേക്ക് വരുന്ന വേര് അഴുകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് പൂകൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല പച്ചപ്പോട് കൂടിയിട്ട് വളർച്ച കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെയധികം സഹായിക്കും. ഇത് ആദ്യം നമ്മൾ ഇട്ട് വെച്ചിരുന്ന ആ ഒരു ജാറിലേക്ക് മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 20 ദിവസത്തിലൊരു പ്രാവശ്യം ഈ വെള്ളമൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ പച്ചപ്പുല്ല് അഴുകിയത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം
നമുക്ക് ആദ്യം വെച്ചിട്ടുള്ളതുപോലെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൻ്റെ അടിഭാഗത്ത് കുറച്ച് വലിയ ഹോളുകൾ ഇട്ടിട്ട് വേര് നന്നായിട്ട് ഇറങ്ങി വരാൻ പാകത്തിന് അടിഭാഗം നന്നായിട്ട് ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. പോട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് പ്ലാസ്റ്റിക് നെറ്റ് ചാക്കുകളോ അല്ലെങ്കിൽ തെനച്ചാക്കുകളോ വെച്ച് അതിൽ വേണം പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമാണ് ഇതേപോലെ നന്നായിട്ട് അടിയിലേക്ക് വേര് നന്നായിട്ട് വളർന്നു വരികയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഇങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകരുത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു മണ്ണ് വേരും ഈ ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു പോട്ടി മിക്സിലേക്ക് വന്നോളും. നമുക്ക് മുകൾ ഭാഗത്ത് കൂടെ നനച്ചു കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ടുള്ളത് അടിഭാഗത്തേക്ക് വെള്ളം ഓവർ വാട്ടറിങ് ആയിട്ടുള്ളത് പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. എപ്പോഴും ആ വേരിൽ ഈ ഒരു വെള്ളം ഇല്ലെങ്കിൽ ഒരു സ്ലറി തട്ടി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും വെള്ളം കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ പോട്ടി മിക്സ് ഫില്ല് ചെയ്യുന്നതും ചെടി എങ്ങനെയാണ് നടുന്നതെന്നും വേറൊരു പുതിയ രീതിയിലുള്ള ടെക്നിക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ തുടർന്നുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ അതൊന്ന് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞ് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പം മുരടിപ്പിനൊക്കെ ഉള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്നിരുന്ന് കാണാനായിട്ട് മറന്നു പോകില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വീഡിയോ നിർത്തട്ടെ. ബൈ ബൈ.